ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആകാതെ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് വാഹനം കെട്ടിവലിക്കാനുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും വാഹനം കെട്ടിവലിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കെട്ടിവലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു ഇപ്പം റീസെൻ്റ്ലി അതിൻ്റെ നിയമം എന്തോ വന്നിട്ടുണ്ട്, വാഹനം കെട്ടിവലിക്കാൻ പാടില്ല, ടോ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. അതായത് ടോ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് ബെഡിലോ അല്ലെങ്കിൽ ഫ്രണ്ട് മാത്രം അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ റീസെൻ്റ്ലി ഒരു ആക്സിഡൻറ്റിനെ കുറിച്ചൊരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷേനെ ഒരു സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു യൂ ടേൺ എടുത്ത് പോരുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ നേരെ വന്ന കയറിൽ വീണ് പോകുന്നത്. എനിക്കറിയത്തില്ല പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ശരിക്കും ബുദ്ധിമുട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ആ കണ്ടത്. ജീവനോട് ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്കറിയത്തില്ല കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണോ അല്ലേത്. പക്ഷേ ആക്സിഡൻറ്റ് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, ഒരു കാരണവശാലും നമ്മളൊരു ചെറിയ ലാഭം നോക്കിയാണ് ഒരു വാഹനം കെട്ടിവലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് എന്തുകൊണ്ട് കെട്ടിവലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം സ്റ്റാർട്ടാകാതെ വരുമ്പോഴായിരിക്കും കെട്ടിവലിക്കുന്നത്. സ്റ്റാർട്ടിങ് ഒരു വാഹനം കെട്ടിവലിക്കാനുള്ള ചാൻസസ് വരുന്നത് ക്ലച്ച് തീരുമ്പോൾ മാത്രമാണ് മിക്കവാറും നമ്മളത് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാതെ വാഹനം ഒന്നും ഒരിക്കലും കെട്ടിവലിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്ക് ഇതുപോലെ വാഹനം സ്റ്റാർട്ടാവാതെയൊക്കെ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പ്രശ്നം വരികയാണെങ്കിൽ എപ്പോഴും ഫ്ലാറ്റ് ബെഡോ അല്ലെങ്കിൽ ഫ്രണ്ട് ഉയർത്തിക്കൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. 100% അത് സേഫാണ്. വേറൊന്നും കൊണ്ടല്ല, കാരണം ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല അവിടെ. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അവിടെ ഒരു ചെറിയൊരു ലാഭം കിട്ടുമോ എന്നുള്ളത് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളും ആ ബുദ്ധിമുട്ടിനകത്തൊരു വലിയ ആളാണ്, നമ്മളും അതിനകത്തൊരു വലിയ റോൾ നമുക്കും വരും. കാരണം ഇപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ കേസ് പറഞ്ഞാൽ ചെറിയൊരു ലാഭം നോക്കി ചെയ്തതായിരിക്കും, പക്ഷേ ആ ഒരു ലാഭം ഒരു വലിയൊരു നഷ്ടത്തിലോട്ടാണ് ചെന്നെത്തിയത്. ഒരു കാരണവശാലും ആ ഒരു വ്യക്തി ഒരിക്കലും ഈ ഉണ്ടായൊരു സംഭവം ജീവിതാവസാനം വരെ മറക്കണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിവതും കെട്ടിവലിച്ച് കൊണ്ടുപോകരുത്. ടോയിങ് എന്ന് പറഞ്ഞാൽ കെട്ടിവലിയാണെങ്കിൽ പോലും ഫ്ലാറ്റ് ബെഡിലോ അല്ലെങ്കിൽ ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങളൊരു വാഹനം ടോ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു കേസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരനെ വിളിച്ച് കെട്ടിവലിക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകരുത്. അത് ഏറ്റവും വലിയ തെറ്റായൊരു കാരണമാണെന്ന് ഞാൻ എടുത്ത് റെക്കമെൻഡ് ചെയ്ത് പറയുകയാണ്. ഇത് ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമോ കംപ്ലയിൻസോ ഒക്കെ വരികയാണെങ്കിൽ ഒരു കാരണവശാലും കെട്ടിവലിക്കൽ, ടോ ചെയ്തുകൊണ്ട്, അതായത് ഫ്ലാറ്റ് ബെഡിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് പൊക്കി ടോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.